നമ്മുടെ മക്കൾ നമ്മളെ കണ്ടാ വളരേണ്ടത്. നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മുടെ മക്കളൊന്നും ചെയ്തില്ല എങ്കിലും ഒരല്പം അതിൻ്റെ ഒരു അടുത്ത് അവരെങ്കിലും ഒന്ന് പിടിച്ചിരുത്താനുള്ള ഒരു മനസ്സുണ്ടാവണം. അത് കണ്ടവർ പഠിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. തീർന്നില്ല. ഖിയാമത്ത് നാളിന്റെ മറ്റൊരു അടയാളത്തെ പറ്റി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 1400 വർഷങ്ങൾക്ക് മുമ്പതാ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സ്വഹാബാക്കൾ ചോദിക്കുകയാണ്, പറഞ്ഞു തരാമോ നബിയേ? വീണ്ടും അതാ ഖിയാമത്ത് നാളിനെ പറ്റി അങ്ങൊന്ന് പഠിപ്പിച്ചു തരണേ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാ, ഖിയാമത്ത് നാൾ കടന്നു വരുമ്പോ സ്വഹാബ ഭൂമികൾ വിറയ്ക്കപ്പെടുന്ന കാലം വരും. സ്വഹാബ ഭൂമികൾ കിടുകിടാ വിറയ്ക്കുന്ന കാലഘട്ടം കടന്നു വരും. സ്വഹാബ അതിലൂടെ ഭൂമികളതാ ധൂളിയായി മാറുന്ന കാലഘട്ടം കടന്നു വന്നാൽ തുർക്കിയിൽ നടന്നില്ലേ പെങ്ങളെ? തുർക്കിയിൽ നടന്നില്ലേ പെങ്ങളെ? കത്രീന കാറ്റുകൾ പോലെയുള്ള വലിയ ഭൂകമ്പങ്ങൾ നിറയപ്പെട്ട, വലിയ അപകടങ്ങൾ നിറയപ്പെട്ട കാറ്റുകൾ കടന്നു വരുന്നത് അത് ഖിയാമത്ത് നാളിന്റെ ചെറിയ അടയാളമാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്ത് കാറ്റ്? പേരറിയാൻ കഴിയാത്ത കാറ്റുകളാ, പേരറിയാൻ കഴിയാത്ത രോഗങ്ങൾ വരെ നമ്മുടെ ഈ സുന്ദരമായ നാട്ടിൽ വന്നില്ലേ? അത് ബാധിച്ച് എത്രയോ പേര് മരണപ്പെട്ടു പോയി. അതാ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരതാ മറ്റൊരു ഹദീസ് നോക്കിയാൽ കാണാ, ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരതാ ഖബറിന്റെ തീരത്തിലൂടെ നടന്നു പോകുമ്പോ, ഖബറിന്റെ അരികത്തിലൂടെ നടന്നു പോകുമ്പോ ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യരെ കണ്ടിട്ടതാ ഇവരതാ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ എന്ത് ഭാഗ്യവതികളാണ്, ഈ കാലഘട്ടം കാണാതെ തന്നെ നിങ്ങൾ മരിച്ചു പോയില്ലേ? ഞാനും മരിക്കാൻ മോഹിക്കുകയാണ്. അല്ലാഹുവേ, എളുപ്പം നിന്റെ അരികിലേക്ക് നീ വിളിക്കണേ അല്ലാ. ഇന്നത്തെ മക്കളുടെ തോന്നിവാസം കാണാൻ കഴിയുന്നില്ല റബ്ബേ. ഖബറിന്റെ അരികിലൂടെ അന്നത്തെ ജനങ്ങൾ നടന്നു പോകുമ്പോ അവര് വിളിച്ചു പറയുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഏകദേശമുള്ള ചെറിയ അടയാളങ്ങളൊക്കെ ആയി അല്ലേ? ഇനി നമ്മൾ ആദരവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇങ്ങനെ ഭൂമികൾ കിടുകിടാ വിറയ്ക്കപ്പെടുന്ന ഒരു കാലം വരും. ഇങ്ങനെ ഭൂമികൾ കിടുകിടാ വിറയ്ക്കുകയും അതിലൂടെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടം കടന്നു വരുമ്പോ മുസ്ലിമീങ്ങൾക്ക് നേരെ ഒരുപാട് അരാജകത്വങ്ങൾ ഉണ്ടാവും. ഒരുപാട് അരാജകത്വങ്ങൾ ഉണ്ടാകുമ്പോ മുസ്ലിം സമുദായത്തിന്റെ നേരെ ഒരുപാട് അക്രമികൾ ഉണ്ടാവും. അന്ന് മുസ്ലിം സമുദായത്തെ ആക്രമിക്കപ്പെടുന്ന നാളിലാണ് എന്റെ കുടുംബത്തിൽ നിന്നും ഒരാള് പുറപ്പെടുക എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ആളെന്ന് നമുക്ക് പഠിക്കണ്ടേ? ആരാണ് ആളെന്ന് നമുക്ക് പഠിക്കണ്ടേ? ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്, ഇമാം മഹദി അരാജകത്വം ഉണ്ടാകുമ്പോൾ, മുസ്ലിമിന് നേരെ ഒരുപാട് അക്രമങ്ങൾ ഇറങ്ങുമ്പോൾ ഇമാം മഹദി പുറപ്പെടുമെന്ന് ആദരവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാ. അല്ലാഹുവിന്റെ റസൂൽ അതാ ഇമാം മഹദിയെ പറ്റി പഠിപ്പിക്കുകയാണ്, അൽ മഹദിയു മിൻ ഇത്റതി മിൻ ഔലാദി ഫാത്തിമ. എന്റെ കുടുംബ പരമ്പരയാണ്. എന്റെ പുന്നാര മോളായ ഫാത്തിമ ബീബിയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ടതാണ് ഇമാം മഹദി എന്ന് ആദരവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് ഇമാം മഹദി. ഇസ്മുക്കൽ മുഹമ്മദ്, എന്റെ നാമമാണ്, എന്റെ പേരാണ്, മുഹമ്മദാണ്. മുഹമ്മദ് എന്നാണ് ഇമാം മഹദിയുടെ പേരുമെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ വാപ്പയുടെ അതേ പേരിൽ തന്നെ ഇമാം മഹദിയുടെ വാപ്പയും ജനിക്കുമെന്ന് ആദരവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ നാമം എൻ്റെ പേരിൽ തന്നെ ഇമാം മഹദിക്ക് പേര് കൊടുക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, മുസ്ലിമീങ്ങൾക്ക് നേരെ ഒരുപാട് അക്രമങ്ങൾ ഉണ്ടാവുകയാണ്, അരാജകത്വങ്ങൾ ഉണ്ടാവുകയാണ്. മുസ്ലിം സമുദായത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ കുടുംബത്തിൽ നിന്നും അതാ ഇമാം മഹദി പുറപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. തീർന്നില്ല. അൽ മഹദിയു മിന്നി അജ്ലൻ ജബഹ അക്രന അൽഫ യംലഉൽ അർള ഖിസ്താ വകമാ മുലിഅത് ളുൽമാ. ഇമാം മഹദി എൻ്റെ കുടുംബക്കാരനാണ്, എൻ്റെ കുടുംബ പരമ്പരയിൽ പെട്ടതാണ്. ഇമാം മഹദിയുടെ ഒരു രൂപം അല്ലാഹുവിന്റെ റസൂൽ